പശ്ചിമേഷ്യൻ സംഘർഷം വിചാരിച്ചതിലും ഭയാനകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആഗോളക്രമത്തെ പോലും പിടിച്ചു കുലുക്കിയ സംഘർഷം എല്ലാ രാജ്യങ്ങളെയും സാമ്പത്തികമായി തന്നെ വലിയ തോതിൽ ബാധിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. തന്ത്രപ്രധാന സ്ഥലമായ അല്ലെങ്കിൽ അതായി തന്നെ ഇടമായി കണക്കാക്കിയ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു പൂട്ടിയതോടുകൂടി തന്നെ ഇന്ധനക്ഷാമം വലിയ തോതിൽ തന്നെ അനുഭവിക്കേണ്ടി വരികയും മിക്ക രാജ്യങ്ങൾക്കും അവരുടെ ചരക്ക് കപ്പൽ അതുവഴി കടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയുമാണ് ഉണ്ടായത്. ഇതോടുകൂടി തന്നെ ഏകദേശം 2000-ലധികം വരുന്ന ചരക്കു കപ്പലായിരുന്നു ഹോർമൂസ് കടലിടുക്ക് അവിടെ നിന്നും കടക്കാൻ കഴിയാത്തതിനെ കുടുങ്ങിക്കിടന്നത്. ഇതുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ് എന്നതാണ് മറ്റൊരു വസ്തുത. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ളതിനേക്കാൾ 40% വർധനവാണ് എണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപാദകരായ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഏക കയറ്റുമതി ആ പാതയാണ് അത് എന്നതുകൊണ്ടാണ് തന്നെ ഹോർമൂസ് ഓരോ ദിവസവും ആ ഒരു ചാനലും വിപണിയെ വലിയ രീതിയിൽ ബാധിക്കാൻ ഇടയാക്കിയിരിക്കുന്നത്. നിലവിൽ ഏതാണ്ട് 2000 കപ്പലുകളാണ് ഹോർമൂസിന് ഇരുവശത്തുമായി തന്നെ കുടുങ്ങിക്കിടക്കുന്നത്. അതുമാത്രമല്ല, ദൂരെ കൂടുതൽ ഭയന്ന് പല കപ്പലുകളും അവിടെ മറ്റു പാതകൾ തിരഞ്ഞെടുക്കാൻ അവിടെ മടിക്കുന്നത് ഈ ഒരു പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. പല ഏഷ്യൻ രാജ്യങ്ങളും ഇതിനോടകം തന്നെ ഇന്ധന റേഷനിങ് ഏർപ്പെടുത്തുകയും വ്യാവസായിക ഉൽപാദനം അവിടെ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന കപ്പലുകൾക്കാകട്ടെ ഒരു ടോൾ സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ടോൾ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ടോൾ സംവിധാനം കൊണ്ട് ഇറാൻ അവിടെ ഉദ്ദേശിക്കുന്നത് എന്നത് എല്ലാവരും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഹോർമൂസ് കടലിടുക്കിലെ ടോൾ ബൂത്ത് സംവിധാനം എന്നത് ഒരു ചോദ്യമായി മാറുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ നിയന്ത്രിക്കുവാനും അവരിൽ നിന്ന് നികുതി ഈടാക്കുവാനും ഇറാൻ ആവിഷ്കരിച്ചിരിക്കുന്ന അനൌദ്യോഗിക സംവിധാനമാണ് ഈ ഒരു ടോൾ ബൂത്ത് എന്നത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് നിയന്ത്രിക്കുന്നത്. ഷിപ്പിംഗ് ജേണലായ ലോയസ് ലിസ്റ്റ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇറാൻ പാർലമെന്റ് ഇതിനായുള്ള ആ ഒരു നിയമനിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുൻപേ തന്നെ പ്രായോഗികമായി ഈ ഒരു സംവിധാനം നടപ്പിലാക്കി കഴിഞ്ഞു എന്നതാണ്. തങ്ങളുടെ സമുദ്ര അതിർത്തിയിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായ ഒരു പാത ഒരുക്കുന്നതിന് അതിന് പകരമായി സുരക്ഷാ നികുതി വാങ്ങുന്നത് സ്വാഭാവികമായ കാര്യമാണ് എന്നതാണ് ഇറാന്റെ വാദം. മാത്രമല്ല, മറ്റൊരു കാര്യം, ഈ ഒരു സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ്. അതായത്, ഒരു കപ്പലിന് ഹോർമൂസ് കടലിടുക്ക് കടക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ചില കടമ്പകൾ, വലിയ രീതിയിലുള്ള കടമ്പകൾ കടക്കേണ്ടതുണ്ട്. കപ്പൽ ഉടമകൾ IRGCയുമായി തന്നെ ബന്ധമുള്ള ആ ഇടനിലക്കാർ വഴി കപ്പലിന്റെ പൂർണ്ണ വിവരങ്ങൾ, അതായത് അതിന്റെ IMO നമ്പർ, ചരക്ക്, ജീവനക്കാരുടെ വിവരം, ലക്ഷ്യസ്ഥാനം, ഇതെല്ലാം തന്നെ അവിടെ സമർപ്പിക്കണം. സമർപ്പിച്ച വിവരങ്ങൾ IRGC മേധാവി കമാൻഡ് പരിശോധിച്ച് അവിടെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പരിശോധനയിൽ അത് തൃപ്തരായാൽ കപ്പലിനൊരു പ്രത്യേക കോഡും സഞ്ചരിക്കേണ്ട പാതയും നൽകും. കടലിടുക്കിൽ പ്രവേശിക്കുമ്പോൾ തന്നെ IRGC കമാൻഡർ ആകട്ടെ അവിടെ ആ ഒരു VHF റേഡിയോ വഴി ഇവിടെ ക്ലിയറൻസ് കോഡ് ചോദിക്കും. അനുമതി ലഭിച്ച കപ്പലുകളെ ഇറാന്റെ ബോട്ടുകൾ അവിടെ ലരാക്ക ദ്വീപിന് ചുറ്റുമുള്ള സമുദ്രഭാഗത്തു കൂടി സുരക്ഷിതമായി തന്നെ നയിക്കും. ഈ ഒരു നിയമങ്ങൾ പാലിക്കാത്ത കപ്പലുകളെ ഇറാൻ തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കുകയോ ചെയ്യുന്നുണ്ട്. സെലിൻ എന്ന കണ്ടെയ്നർ കപ്പലിനെ ഇത്തരത്തിൽ തിരിച്ചയച്ചത് ഇതിനൊരു അവിടെ ഒരു ഉദാഹരണമായി തന്നെ പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസിൽ ഇറാൻ ഏർപ്പെടുത്തിയ ആ ഒരു നിയന്ത്രണങ്ങൾ ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. വേറൊരു നാവിക പാത എന്നതിലുപരി തന്നെ ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാനുള്ള ഒരു ടോൾ ബൂത്തായി ഇറാൻ ഈ ഒരു പ്രദേശത്തെ മാറ്റിമറിക്കുകയാണ്. ഫെബ്രുവരി 28-ന് തുടങ്ങിയ US-ഇസ്രായേൽ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ ഇന്ന് ഓരോ രാജ്യത്തെയും സാധാരണക്കാർക്ക് അവിടെ അടുക്കളയിലും വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ 20% കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി തന്നെ അടച്ചതോടുകൂടി പതിറ്റാണ്ടുകളായി തന്നെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. എണ്ണവില ബാരലിന് $100 കടന്നതോടുകൂടി തന്നെ ആഗോള സാമ്പത്തിക മാന്ദ്യം എന്ന ഭീതി പടിവാതിൽക്കൽ തന്നെ എത്തി നിൽക്കുകയും ചെയ്യുകയാണ്. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.